പില്ലോയുടെ അടിയിൽ ഫോൺ വെക്കുന്നത് നമുക്ക് റേഡിയേഷൻ ആണ്, അല്ലെങ്കിൽ നമ്മുടെ തലയുടെ തൊട്ടടുത്തുള്ള ടേബിളിലാണെങ്കിൽ പോലും നമ്മൾ ഫോൺ വെച്ചിട്ട് രാത്രി കിടന്നുറങ്ങുന്നത് നല്ലതല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനകത്തുള്ള വാസ്തവം എന്താണ് ഡോക്ടർ? വാസ്തവം ഫോൺ ബെല്ലടിച്ചാൽ നമുക്ക് ഡിസ്റ്റർബൻസ് ആകും ഉറക്കത്തിന്, ഓക്കെ, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഇന്നത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഈ പറഞ്ഞ റേഡിയേഷൻ എന്ന് പറഞ്ഞ വാക്കാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. മൊബൈൽ ഫോണിൽ റേഡിയേഷൻ, മൊബൈൽ സിഗ്നലിന്റെ റേഡിയേഷൻ, അങ്ങനെ ആ റേഡിയേഷൻ ആണ് ഇപ്പൊ മുമ്പേ പറഞ്ഞതുപോലെ ഈ റേഡിയേഷൻ നമുക്ക് ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണെന്നുള്ളൊരു സങ്കല്പം നമുക്ക് ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ വിശദമായിട്ട് പറയാം. അപ്പൊ നമുക്ക് ഈ നമ്മുടെ പ്രപഞ്ചത്തിലുള്ള എല്ലാ എനർജിയും, അതായത് നമ്മൾ ഈ കാണുന്ന ഈ വിസിബിൾ ലൈറ്റ് ഉൾപ്പെടെ സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ അതിനൊരു സ്പെക്ട്രമാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയും. അത് ഒരു സൈഡില് വേവ് ലെങ്ത് കൂടിയ, അത് നമ്മൾ വേവ് ലെങ്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വേവ് ലെങ്ത് കൂടിയത് അല്ലെങ്കിൽ അതിന്റെ പവർ കുറഞ്ഞത്, അതിന്റെ ഫ്രീക്വൻസി കുറഞ്ഞത്, ആ തുടക്കമാണ് നമ്മൾ ഈ പറഞ്ഞ റേഡിയോ വേവ്സ് എന്ന് പറയുന്നത്. അതിന്റെ മറ്റേ അങ്ങേയറ്റമാണ് നമ്മൾ എക്സ് റേസ്, ഗാമ റേസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കുന്നത്. അപ്പം ഇതില് ഈ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത് ഈ റേഡിയോ വേവ്സ് ആണ് ഏറ്റവും അങ്ങേയറ്റത്ത്. ഈ റേഡിയോ വേവും കഴിഞ്ഞ് മൈക്രോവേവും കഴിഞ്ഞ് ആണ് നമ്മുടെ ഈ ലൈറ്റ് വരുന്നത്. ലൈറ്റ് നമ്മൾ എന്നും കൊണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ആ ലൈറ്റ് അടിക്കുന്നത് പോലെയുള്ള ഒരു പ്രശ്നം പോലും ഈ റേഡിയോ വേവ് നമ്മുടെ ശരീരത്തിൽ അല്ല ചുറ്റും നടക്കുന്നതുകൊണ്ടൊന്നും നമുക്ക് ഏൽക്കുന്നതിൽ പ്രശ്നം ഉണ്ടാകില്ല. എന്നാൽ അങ്ങേയറ്റത്തുള്ള ഈ എക്സ് റേസ്, ഗാമ റേസ്, അതെന്ന് പറഞ്ഞാൽ ഹൈ എനർജി തരംഗങ്ങളാണ്. അത് നമ്മുടെ ശരീരത്തെ ഏറ്റാല് നമുക്ക് ഈ നമ്മുടെ കോശങ്ങളിലെ DNA-ക്ക് ഡാമേജ് ഉണ്ടാക്കാൻ പറ്റും. അറിയാലോ, നമുക്ക് ക്യാൻസർ ഉണ്ടാവണമെങ്കിൽ DNA-ക്ക് ഡാമേജ് വരണം. അപ്പൊ അങ്ങനെയുള്ള വേവ്സ് ആണ് നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ ആൾക്കാരുടെ ധാരണ എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ എക്സ്റേ, ഗാമാറേ എന്നുള്ളതാണ്. അതല്ലാതെ ഈ സാധാരണ റേഡിയോ വേവ്സ്, ഏറ്റവും ഇങ്ങേയറ്റത്തുള്ള ഈ റേഡിയോ വേവ്സ് വിഭാഗത്തിൽപ്പെടുന്ന പല ഫ്രീക്വൻസികളുണ്ട്. അതാണ് നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതും തൊട്ടടുത്തുള്ള മൈക്രോവേവ്, മറ്റേ വലിയ ടവറുകൾ വന്നിട്ടില്ല, അതൊക്കെയാണ് നമുക്ക് പ്രശ്നം ഇല്ലാത്ത വളരെ സേഫ് ആയിട്ടുള്ള സംഭവങ്ങൾ. അതുകൊണ്ട് ഒരു കാരണവശാലും മൊബൈൽ തലയെടുത്ത് വെച്ച് തുടങ്ങിയാൽ ഒത്തിരി പഴയ ബാറ്ററിയാണ്, ചൂടാവും. അതല്ല പോക്കറ്റ് ഇട്ട് നടന്നു കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവില്ല എന്നൊക്കെ പറയുന്നത് വെറും തെറ്റാണ്. അതൊക്കെ ഒരു രീതിയിലും അതിന് യാതൊരുവിധ സയന്റിഫിക് ബാക്കിംഗ് ഇല്ല. എന്നാൽ അതൊരു അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. കാരണം ഈ റേഡിയോ വേവ്സ് ഒരു നിരുപദ്രവകാരിയാണ്. ഓക്കെ, എന്നിട്ട് ഇത് എത്ര ഇതായിട്ടാ പറഞ്ഞു ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണേ. മാത്രമല്ല നമ്മുടെ ഇവിടെ മൊബൈൽ ടവേഴ്സ് വെക്കും. മൊബൈൽ ടവർ ചില ആൾക്കാർ വീട്ടിൽ വെക്കാൻ സമ്മതിക്കില്ല. കാരണം നിങ്ങളുടെ ടവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് റേഡിയേഷന്റെ ഞങ്ങൾക്ക് അത് നമ്മുടെ കേരളത്തിലുള്ളവരെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ആ കോവിഡ് തുടങ്ങിയ സമയത്ത്, ആ സമയത്താണ് 5G വരുന്നത്. 5G ഇംഗ്ലണ്ടിലാണ് വരുന്നത്. ഇംഗ്ലണ്ടില് കോവിഡ് വരാനുള്ള കാരണം ഈ 5G ടവർ വെച്ചാന്ന് പറഞ്ഞ അവിടുത്തെ സാഹിബന്മാരെല്ലാം കൂടെ ഒരു 2-3 ടവർ കത്തിച്ചു കളഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇതിപ്പോ കേരളത്തിൽ മാത്രമുള്ളതല്ല, ഇത് വേൾഡ് ഓവർ ആൾക്കാർക്ക് ഇങ്ങനത്തെ തെറ്റിദ്ധാരണകളുള്ളതാണ്. പക്ഷെ ആ ഫാക്ട് ഇതാണ്. അപ്പൊ അതൊന്നും വെക്കുന്നത് കൊണ്ട് ഒരു രീതിയിലും നമ്മളെ ഡാമേജ് ചെയ്യുന്നില്ല. അതേപോലെ ഇയർപോഡ് യൂസ് ചെയ്യണു, എയർപോഡ് യൂസ് ചെയ്യണു, ഫോൺ ഫ്രീക്വന്റ് ആയിട്ട് ചിലർ ഒരുപാട് കോൾസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതേപോലെ നമ്മുടെ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അതും ടേബിളിലല്ല ലാപ്പിൽ വെച്ച് തന്നെ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നു. ഇതൊന്നും അപ്പൊ ഡേഞ്ചറസ് അല്ലെന്നാണ് ഡോക്ടർ പറയണത്. ഇത്രേ ഉള്ളൂ. ഈ ചൂടാകുന്ന ഇത് നമ്മള് ശരിയായ CPU അല്ല, ബാറ്ററി പൂറാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് ചൂടാവും. ചൂടാകുമ്പോ ഇവിടെ വെച്ചോണ്ട് ഇങ്ങനെ രാവിലെ വൈകുന്നേരം ഫോൺ വഴി എടുത്തു ചിലപ്പം കൊള്ളിയിരിക്കും. അതും റേഡിയോ വേവുമായിട്ട് യാതൊരു ബന്ധമില്ല. നിങ്ങളുടെ ഹാൻഡ്സെറ്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സാധനത്തിന്റെ ആണ് വിഷയമുള്ളത്. ഓക്കെ. അതേപോലെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മളൊരു നോർമൽ മാൻ എന്തുകൊണ്ട് നമുക്ക് ക്യാൻസർ വരുന്നു, ഇപ്പൊ ഡോക്ടർ അതിന്റെ ക്ലിയർ ആയിട്ടെല്ലാം പറഞ്ഞു. എന്നിരുന്നാൽ പോലും ഒരു ആള് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? ഒരു നോർമൽ ലൈഫിൽ നമ്മളൊരു ലൈഫ് സ്റ്റൈൽ എങ്ങനെ പ്രോപ്പറായിട്ട് ഹെൽത്തി ആയിട്ട് നമ്മൾ ലീഡ് ചെയ്യണം? നമുക്ക് ഏറ്റവും പ്രധാന കാര്യം നമ്മൾ നമ്മുടെ ഈ ഒരു ജനറ്റിക് ഫാക്ടർ, ഞാൻ പറഞ്ഞില്ല, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു പാർട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ജനറ്റിക് മെറ്റീരിയൽ. അത് നമ്മളങ്ങ് മാറ്റി വെക്കുക. അത് നമ്മുടെ കയ്യിൽ കൺട്രോൾ കാര്യമാണ്. പിന്നെ ബാക്കിയുള്ള പാർട്ട് എന്ന് പറയുന്നത് ക്യാൻസർ ഈസ് എ ലൈഫ് സ്റ്റൈൽ ഡിസീസ്. അതാണ് എൻ്റെ പ്രധാന കാര്യം. അപ്പൊ അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഒന്ന്, നമ്മുടെ ഡയറ്റിൽ നമ്മൾ ഡയറ്റിൽ എവറിത്തിങ് ഈസ് ഇൻ മോഡറേഷൻ എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. നമ്മൾ റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് കഴിയുന്നത്ര ഒഴിവാക്കുക, കഴിയുമെങ്കിൽ 0 ആക്കുക. പിന്നെ മീറ്റ് കഴിക്കുന്നത് പ്രോസസ്ഡ് മീറ്റ്, അതായത് നമ്മുടെ ഈ ഫാസ്റ്റ് ഫുഡ് വരുന്ന നമ്മുടെ പാറ്റീസ്, നമ്മുടെ സോസേജസ്, അങ്ങനത്തെ ആ ഉള്ള എല്ലാ പ്രോസസ്ഡ് മീറ്റും കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. പിന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി പിന്നെ നമ്മൾ കഴിക്കുന്ന പച്ചക്കറികളുടെ അളവ് വർദ്ധിപ്പിക്കുക.
പഴങ്ങൾ നമ്മുടെ പഴവർഗ്ഗങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ പഴവർഗ്ഗങ്ങൾ ജ്യൂസ് ആക്കിയോ സ്മൂത്തി ആക്കിയോ ഒന്നും അടിക്കരുത്. കാരണം അത് നമുക്ക് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുകയാണ്. അപ്പൊ കഴിക്കുന്ന പഴം മുഴുവനായി, ഇപ്പൊ ഓറഞ്ച് ആണെങ്കിൽ പൊളിച്ച് കഴിക്കുക. അപ്പൊ അങ്ങനെ പഴവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തുക. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹാബിറ്റ്സ് ഉണ്ടാവാൻ പാടില്ല. സ്മോക്കിംഗ്, നോ ടു സ്മോക്കിംഗ്, നോ ടു ആൽക്കഹോൾ. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാലും നമുക്ക് വേറൊരു കാര്യമുണ്ട്, നമ്മുടെ സെഡൻഡറി ലൈഫ്, അതായത് ഫിസിക്കലി ആക്റ്റീവ് ആയിരിക്കുക. നമ്മൾ പണ്ട് നമുക്ക് ക്യാൻസർ ഇല്ലായെന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം നമ്മൾ എല്ലാവരും കാർഷിക മേഖലയിലായിരുന്നു, രാവിലെ തിന്നിട്ട് ജോലി ചെയ്യുമായിരുന്നു. നമ്മൾ നേരെ തിരിഞ്ഞു, നമ്മൾ ഇപ്പം പഴയ പോലെ കഴിക്കും പക്ഷെ അനങ്ങില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പറയുന്നത് സിറ്റിംഗ് ഈസ് ദ ന്യൂ സ്മോക്കിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ നേരെ രാവിലെ ഇരുന്നു ജോലി ചെയ്യുന്നു, അത് സ്മോക്കിങ്ങിന് അത്രയും തുല്യമാണ് വെറുതെ ഇരിക്കുന്നത്. അപ്പോൾ ആ സെഡൻഡറി ആക്ടിവിറ്റി കളയുക. ആഴ്ചയിൽ ഏറ്റവും കുറഞ്ഞത് നമുക്ക് പറ്റുമെങ്കിൽ ഒരു 30 മിനിറ്റ്സ് എങ്കിലും നമ്മൾ ഒരു പെർ ഡേ വെച്ച് നോക്കിയാൽ നമ്മളൊരു 1.5 hour to 3 hours പെർ വീക്ക് നമ്മൾ എക്സസൈസ് ചെയ്യുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ റെഗുലർ സ്ക്രീനിങ് പ്രോഗ്രാംസ് അവരുടെ ഏജ് അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്യാൻസറിനെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്തു.